ഹായ് ഗായ്സ്, ഒരു പ്ലാനും ഇല്ലാതെ എങ്ങോട്ടേലും പോകുന്നതാണ് ഇന്നത്തെ ഞങ്ങളെ പ്ലാൻ. ഏട്ടനെ കണ്ടില്ലേ? എവിടെയെങ്കിലും പോകണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങേര് എന്തേലുമൊക്കെ പണിയെടുത്തിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് കുറേ ലേറ്റാക്കും. സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ അത്. ഇവരെ കാത്തിക്കുന്ന സമയം കൊണ്ട് എനിക്ക് റെഡി ആവാലോ എന്ന് വിചാരിച്ച് ഞാൻ റെഡി ആവാൻ പോയതാണേ. ഈ ഡ്രസ്സ് കണ്ടോ? സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇപ്പോൾ എവിടെ പോകുമ്പോഴും ആദ്യം എൻ്റെ കണ്ണ് പോവുക ഈ ഡ്രസ്സിൻ്റെ അകത്തേക്കാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് ഇത്. പിന്നെ ഞാൻ അച്ഛന് കുറച്ച് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അടുക്കളയിൽ വന്ന് കഞ്ഞി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം എടുത്തു കൊടുത്തത്. അവനും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ കയറിയിരിക്കാൻ പോയപ്പോൾ ഏട്ടനത് ഒരു ബക്കറ്റ് വെള്ളവും കൊണ്ട് ആ വണ്ടിയിൽ ഒഴിക്കുന്ന. ഏട്ടൻ ലോങ് പോയി വന്നതായിരുന്നേ. ഇന്ന് പുലർച്ചയ്ക്ക് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ മൊത്തം വണ്ടി ക്ലീൻ ചെയ്യലും കഴുകലും ഒക്കെ ആയിരുന്നു. എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഇരിക്കുന്ന ആരാ നോക്കിയേ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്. അവനേക്കാളും വലിയ കൂളിംഗ് ഗ്ലാസ് ആണ്. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. കുറച്ചുകൂടെ വലുതായാലും യൂസ് ചെയ്യാമല്ലോ. ഇത് മീഷോന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ കൂടെ ഒരു തൊപ്പിയുണ്ട്, കോംബോ ആയിട്ട് വാങ്ങിയതാണ്. ശരിക്കും ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. എനിക്കൊരു ചാർജർ വാങ്ങാനുണ്ടായിരുന്നു. മെയിനായിട്ട് അതിന് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ പ്ലാന് മാറ്റിയിട്ട് എങ്ങോട്ടേലും ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന് വിചാരിച്ച്. ഈ കാണുന്ന NIT ആട്ടോ. NITൻ്റെ അടുത്തൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ NITയിലേക്ക്. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് അച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അവന് ഉറങ്ങേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു ഏകദേശം. പിന്നെ വണ്ടിയിൽ കയറിയ ഒരു കുലുക്കല്ലേ, അതൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഏട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പം ഏട്ടൻ പറഞ്ഞ് ഏട്ടനിടയ്ക്ക് കുളിക്കാൻ വരുന്ന സ്ഥലമുണ്ട്, അരിപ്പാറ വെള്ളച്ചാട്ടം, പിന്നെ നാരങ്ങത്തോട്. അങ്ങനെ ഏട്ടൻ ഇടയ്ക്ക് എന്നെ കൊണ്ടുപോകാമെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തവണ പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. ഇതിൽ വരുമ്പോഴൊക്കെ ഏട്ടൻ കയറുന്ന ഒരു കടയാണ് ഇത്. ഒരു കുഞ്ഞു തട്ടുകടയാണ്. ഇവിടെ ഉപ്പിലിട്ട നെല്ലിക്ക നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിത്തരാൻ കയറിയതാണ്. പക്ഷേ എൻ്റെ കണ്ണ് പോയത് വേറൊരു സാധനത്തിലേക്കാണ്. അത് ആ ചില്ലിൻ്റെ കൂട്ടിൽ ഒരു സാധനം ഉണ്ട്. അതിൻ്റെ പേര് സീ പപ്സ് എന്നാണെന്നാണ് പറഞ്ഞത്. ഇതാ ഞാൻ കഴിക്കുന്നത് കണ്ടില്ലേ? എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ വാങ്ങി തരാറുണ്ടായിരുന്നു ആ സാധനം. പിന്നെ കുറേ കാലമായി ഞാനത് കഴിച്ചിട്ടില്ല. അത് കണ്ടപ്പം ഞാൻ വേഗം അത് വാങ്ങി കഴിക്കാൻ നോക്കിട്ടോ. ഞാൻ നെല്ലിക്ക കഴിക്കുന്നത് കണ്ട് അച്ഛനും കൊതിയായ. അവനിങ്ങനെ വായും തുറന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കിട്ടോ. അവന് കടിക്കാനൊന്നും പറ്റുന്നില്ല, പക്ഷേ നക്കി നോക്കുന്നുണ്ട്. അതിന് പുളിയാണല്ലോ. നല്ല രസമുണ്ടായിന് അവൻ്റെ എക്സ്പ്രഷൻസൊക്കെ കാണാൻ വേണ്ടിയേ. ഇത് ഞങ്ങളെ നെല്ലിക്കല്ലേ, ഇത് ഏട്ടൻ്റെ അടുത്ത് നിന്ന് ഞാൻ പിടിച്ച് വാങ്ങിയതാട്ടോ. ഞങ്ങൾ നേരത്തെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള നെല്ലിക്കയാണ് കേട്ടോ, ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ഞങ്ങളെ കിണറ്റിലെ വെള്ളം പരിശോധിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓഫീസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ തട്ടുകടയിലേക്കുള്ള വെള്ളം ഞങ്ങളെ വീട്ടിലെ കിണറ്റിൽ തന്നെയാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ അവിടെ ഇൻസ്പെക്ഷനൊക്കെ ആൾക്കാർ വരുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ പേപ്പറൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് വെള്ളം എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത്. വന്ന ഓഫീസേഴ്സിൽ ഒരാൾ എൻ്റെ വീഡിയോസ് കാണാറുണ്ട് എന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. കുറച്ചാളെങ്കിലും ഉണ്ടല്ലോ നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. അവിടെ മഴ ആയതുകൊണ്ട് അടച്ചിട്ടതാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് എന്നാൽ വേറെ സ്ഥലത്ത് പോവാം, പുല്ലൂരാമ്പാറ പോവാന്ന് പറഞ്ഞു. അവിടെ വലിയൊരു പുഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണേ. ഈ പുഴയിൽ ഇറങ്ങാൻ പറ്റുന്ന ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. നല്ല ഒഴുക്കാട്ടോ. അതുപോലെ പാറകളൊക്കെ ഉണ്ട് നന്നായിട്ട്. പിന്നെ ആ ഭാഗത്തൊന്നും ഒറ്റ മനുഷ്യന്മാരും ഇല്ല. എന്തേലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്കൊക്കെ ഇതേപോലെ പുഴയും വെള്ളച്ചാട്ടും കാടും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഈ സ്കൂൾ നോക്കിയ ഓടിട്ട സ്കൂൾ, ഇതിൻ്റെ ബാക്കിൽ വലിയ മല, മഞ്ഞുകാലത്തൊക്കെ മൊത്തം മഞ്ഞ് മൂടി നല്ല രസമായിരിക്കും അല്ലേ. ഇനി പോകുന്ന റോഡ് മൊത്തം പള്ളികളും കപ്പേളകളും നിറഞ്ഞു നിൽക്കൂട്ടോ. പിന്നെ ഈ റോഡ് കണ്ടോ? ഈ റോഡ് വരെ ഇവിടെ ബസ് വരുള്ളൂന്ന്. ഇതിനാൽ അങ്ങോട്ട് തീരെ ബസ് ഓടൂല എന്നാണ് ഏട്ടൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ റോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള റോഡല്ലേ, ബസ്സൊക്കെ ഓടുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ ബസ് സ്റ്റോപ്പും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ടാന്നാണ് ഏട്ടൻ പറഞ്ഞത്. പിന്നെ അത് അച്ചു ഒരു കുഴപ്പമില്ലാതെ അടങ്ങിയിരിക്കുന്നത്. എന്താണെന്നറിയില്ല, സാധാരണ അവൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കി വണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ്. നല്ല കുട്ടിയായിട്ട് കിടക്കുക കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഉറങ്ങിപ്പോയി. അങ്ങനെ കിടന്ന് നമ്മുടെ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് ചുരം കയറാതെ പുതിയ തുരങ്കപാത വരുന്നില്ല, അത് ഈ റൂട്ടിനാണേ വരാൻ പോകുന്നത്. ഇതേ നോക്കിയ ഒരു ബസ് കാണാൻ പറ്റും.
ആ ചെങ്ങായി അപ്പുറത്തെവിടെയോ പോയിട്ട് അവിടെ വരെ ബസ് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. ശരിക്കും ഇതാ ഈ സ്പോട്ട് വരെ ബസ് വരും, ഇതിനാൽ അപ്പുറത്തേക്കാണ് ശരിക്കും ബസ് വരാത്തത്. അങ്ങോട്ട് ഓഫ് റോഡാണ്. ഇവിടുന്ന് ജീപ്പിൽ കയറ്റിയിട്ടാണ് ആൾക്കാരെ അങ്ങോട്ടൊക്കെ എത്തിക്കുക. പിന്നെ ഉള്ളവർക്ക് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടാവും. ഒരുപാട് ആൾക്കാരൊന്നുമില്ല കേട്ടോ ഈ ഭാഗത്ത് താമസിക്കുന്നത്. പിന്നെ കൂടുതലും ട്രൈബൽസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മുടെ കപ്പേള സിനിമ ഉണ്ടല്ലോ, അത് ഇവിടെയൊക്കെ വെച്ചാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ റോഡ് വളരെ മോശമായി കിടക്കുകയാണ്. ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇതൊക്കെ നമ്മൾ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ, വലിയ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ ഇതിലെ വരാൻ പോകുന്നത്. ഇവിടുന്നാൽ അങ്ങോട്ട് ട്രൈബൽസിൻ്റെ ഏരിയ ആണ് കേട്ടോ, അവരാണ് കൂടുതലും ഇവിടെ ഉണ്ടാവുക. ഇവരുടെ വീടുകളൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളായിരിക്കും. കണ്ടാൽ തന്നെ നമുക്ക് വേഗം മനസ്സിലാവേ നമ്മൾ ഉപയോഗിക്കുന്ന കല്ലല്ല ഇവർ വീട് വെക്കാൻ ഉപയോഗിക്കുന്നത്, നമ്മളെ ഒരു സിമെൻറ്റിൻ്റെ കല്ലില്ലേ, അതുകൊണ്ടാണ് അവർ കൂടുതലും വീട് വെക്കുന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ വീട് പകുതി പണി കഴിച്ച വീടുകൾ ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അത് പണി പകുതിയാക്കി നിർത്തിപ്പോയ വീടുകളൊക്കെയാണ് എന്നാണ്, ഉറപ്പില്ല. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഞങ്ങൾ പുഴേൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ചു. ചെറിയതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ ഭാഗമൊക്കെ എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഈ മലേൻ്റെ തന്നെ തൊട്ടപ്പുറത്തെ സൈഡാണ് പുല്ലൂരാമ്പാറ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായില്ലേ, ആ ഭാഗം. അപ്പം നമ്മൾ ഈ മലേൻ്റെ മുകളിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയ, ഉരുൾപൊട്ടിയ ആ ഏരിയ ഉണ്ടല്ലോ, അത് മൊത്തം കാണാൻ പറ്റും. അച്ഛനും ഇവിടെ നല്ല ഇഷ്ടമായി എന്നാണ് തോന്നുന്നത്. അവൻ ആ വെള്ളച്ചാട്ടത്തിലേക്ക് കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലത്തെ യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അച്ചു. ഞാനും അവനും ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിലൊക്കെ. പിന്നെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിലെ വെള്ളത്തിന്. അവൻ ngോ പറയുക. ngോ എന്ന് പറഞ്ഞിട്ട് അവൻ വെള്ളം ഇങ്ങനെ ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വിളിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വരുന്നേ ഇല്ല. നിലത്തൊക്കെ കുഞ്ഞു കുഞ്ഞു വെള്ളക്കെട്ടുകളുണ്ട്, അതിൻ്റെ അകത്തൊക്കെ ചവിട്ടി കളിക്കുകയാണ്. ഈ പൂവ് കണ്ടോ, ഇതെൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നേ. പണ്ട് ഓണത്തിനൊക്കെ നുള്ളി പൂവിടായിരുന്നു. പക്ഷേ ഇപ്പം എവിടെയും കാണാറില്ലേ. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ പൂവ് പിന്നെയും കാണുന്നത്. ഞാൻ ആ പൂവിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോയപ്പോൾ അച്ഛൻ നൈസായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നേ. ഒന്നുമില്ല, ജസ്റ്റ് കൈ കുത്തിപ്പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഏട്ടൻ കൈ കഴുകിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓനതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഇതേപോലെ എത്ര ഞങ്ങൾ വീണിരിക്കുന്നു. ഒക്കെ അറിയ പോലും ചെയ്യില്ല കേട്ടോ. അവനിതൊക്കെ എൻജോയ് ചെയ്യുന്ന പോലെ കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. വരുന്ന വഴിക്ക് ഒരു കള്ളുഷാപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുല്ലൂരാമ്പാറ കള്ളുഷാപ്പാണെന്ന് തോന്നുന്നു. അവിടെ അടിപൊളി ഫുഡാട്ടോ. ഞങ്ങൾ കപ്പ ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിച്ച്. ഇതിലെ വരുന്ന സമയത്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, അത്രയും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് വണ്ടിക്ക് 3 ആൾക്കാർ കൈ കാണിച്ചേ. ലേഡീസാണ്, 2 കുട്ടികളും ഒരമ്മയാണെന്നാണ് തോന്നുന്നത്. അവർക്ക് തിരുവമ്പാടി വരെ ലിഫ്റ്റ് കൊടുക്കുമെന്നാണ് ചോദിച്ചത്. ഇവർ വണ്ടി കയറിയതിന് ശേഷം എനിക്കാകെ പേടിയാവും കേട്ടോ. എന്തേ പ്രശ്നമായാലോ, കിഡ്നാപ്പ് ചെയ്താലോ, എന്തൊക്കെയോ മനസ്സിൽ കൂടെ പോവുകയാണേ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇവർ മോശക്കാരൊന്നും അല്ലേ, എനിക്ക് പിന്നെ അറിയാത്ത ആൾക്കാരാണല്ലോ. പിന്നെ ആ ഭാഗത്തൊന്നും ഒറ്റ ആൾക്കാരും ഇല്ല, അവർ കയറിയ ആ സ്ഥലത്ത്. അതുകൊണ്ടുള്ളൊരു പേടിയായിരുന്നേ. മുക്കത്തെത്തിയപ്പോൾ എന്തേലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടോ. ഇവിടെ മന്തി മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ എന്തായാലും മന്തിയും ഹണി അൽഫാമും ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പുറത്തൊരു ചെക്കൻ ഇരിക്കുന്നുണ്ട്, അവനെ വിളിച്ച് വെറുപ്പിക്കുകയായിരുന്നു അച്ഛൻ. അതുകൊണ്ടാണ് ഞാനിവന് ഫോണിൽ പാട്ട് വെച്ചു കൊടുത്ത്. അപ്പോൾ കുറച്ച് നേരം അടങ്ങിയിരുന്നോളല്ലോ വിചാരിച്ചു. ഇങ്ങനത്തെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അച്ഛന് ഞാൻ ഫോൺ കൊടുക്കാറുള്ളത്. പിന്നെ മന്തി നന്നായിരുന്നു കേട്ടോ. പക്ഷേ അൽഫാമിൻ്റെ അകത്ത് നന്നായിട്ട് ഹണി കൂടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല മധുരമായിരുന്നേ. ആ ഒരു നെഗറ്റീവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കാണുന്ന പമ്പ് കണ്ടോ, HP-ൻ്റെ, ഇത് അഗസ്ത്യമൂഴിയാണ്. ഇവിടെയാണ് കേട്ടോ ഏട്ടൻ്റെ അമ്മ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി അമ്മ പോകുന്നില്ല കേട്ടോ. വീട്ടിലേക്ക് പോവുകയായതുകൊണ്ട് അമ്മേനെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അച്ഛൻ്റെ കടയിലേക്ക് ചെന്നിട്ടോ. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ടൊരു കൈവേദന ഉണ്ട്, അത് കാണിക്കാൻ ബുക്ക് ചെയ്യാൻ പോയതായിരുന്നേ അച്ഛൻ വന്നപ്പോൾ അച്ഛനെ എടുത്തിട്ട് കടലമുട്ടായി ഹോർലിക്സിൻ്റെയും ബൂസ്റ്റിൻ്റെയും പാക്കറ്റൊക്കെ അവൻ്റെ കയ്യിൽ കൊടുത്തേ. ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുക എനിക്ക് തരുമെന്ന്. അവന് തീരെ ഇഷ്ടമല്ലേ എനിക്ക് തരാൻ, എന്നാലും എങ്ങനെയൊക്കെയോ ഒന്ന് ഞാൻ വാങ്ങിയേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്താനായിട്ടോ. വീട്ടിലേക്കുള്ള ആ ചെറിയ റോഡ് എത്തിയിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ അച്ചുവാണ്. ഏട്ടൻ്റെ മടിയിലിരുന്ന് എപ്പോഴും അവനാ വണ്ടി ഓടിക്കുക. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്. വണ്ടി നിർത്തിയത് അച്ചുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവൻ പിന്നെയും ചാവി എടുത്ത് തിരിച്ച് സ്റ്റാർട്ടാക്കാൻ നോക്കിയിരുന്നേ. അപ്പം നമ്മുടെ ഒരു കുഞ്ഞു യാത്ര ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതേപോലെ ഫാമിലി ആയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോകാൻ ശ്രമിക്കുക. ബൈ.